ഹലോ, ലിറ്റിൽ ഫാമിലി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് റൊട്ടീൻ ചെയ്യാം അല്ലേ. വൈകുന്നേരം നമ്മുടെ ലിറ്റിൽ ഫാമിലി ഉണ്ടാകുന്ന ലിറ്റിൽ കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കൊരു ഈവനിങ് റൊട്ടീൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ചായ പ്രിപ്പയർ ചെയ്യാം അല്ലേ. ചായ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ വായു നമുക്ക് ഒരുമിച്ച് പോകാം. കണ്ണേട്ടൻ്റെ കട്ടൻ ചായയും എൻ്റെ പാൽ ചായയും റെഡി ആയിട്ടുണ്ട്. ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചായ കുടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. സന്ധ്യ ആയപ്പോഴേക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. എനിക്ക് ഈ ചന്ദനത്തിരിയുടെ സ്മെല്ലും ചന്ദനത്തിൻ്റെ മണമൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ്, പ്രത്യേകിച്ച് സന്ധ്യയൊക്കെ ആയി കഴിയുമ്പം നമുക്കതൊരു നല്ല സന്തോഷമുള്ള കാര്യം. മോൻ്റെ പ്ലേ ടൈം ആയപ്പം അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ അവനും ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അവൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി ഫുഡ് നമുക്ക് പരിചയപ്പെടാം. 8 hours സോക്ക് ചെയ്തിട്ടുള്ള റാഗിയാണ്. റാഗിനെ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ഇതെങ്ങനെ സ്ക്രബ് ചെയ്തപ്പം ഓൾമോസ്റ്റ് അതിൻ്റെ തോലൊക്കെ പോന്നിട്ടുണ്ട്. പിന്നീട് ഇതിനെ മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുത്തു. അതിലേക്ക് കുതിർത്തിട്ടുള്ള ഒരു ആൽമണ്ട് തൊലി കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് കുക്ക് ചെയ്തു. ഇങ്ങനെ കുറുക്കി എടുത്ത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. മോന് ഇതുവരെ ഷുഗറോ സോൾട്ടോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. റാഗി എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാണ്. കാൽഷ്യം, അയൺ, ഫൈബർ ഒക്കെ റിച്ചാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഡൈജഷനും ഗ്രോത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ, അവർ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോണം, അല്ലാതെ നമ്മളവരെ ഫോഴ്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരത് മടുത്തു പോകും. നമുക്ക് 2-3 സ്പൂൺ മതിയെന്നേ. അപ്പോൾ അങ്ങനെ ലിറ്റിൽ ഫാമിലി വേൾഡിൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വൈകുന്നേരം ഉള്ളത്. ഇന്ന് പിന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു അല്ലേ. ഇന്ന് പുതുപ്പാട്ടിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കൂടെ ഒതുങ്ങി. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ദൈവത്തെ കഴിഞ്ഞിട്ട് തന്നെ ഒരു സമാധാനമായി വൈകുന്നേരത്തെ കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരുമിച്ച് കാണാം. ബൈ.